encara Messi, 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 gol, 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 gol. ഫുട്ബോൾ ചരിത്രത്തിന് ഇനി മറ്റൊരു രാജാവില്ല. കാൽപന്ത് കളിയുടെ മിശിക ചരിത്രം തിരുത്തിക്കുറിച്ചിരിക്കുന്നു. ജർമ്മനിയുടെ ഇതിഹാസം മിറോസ്ലാവ് ക്ലോസയുടെ 16 ഗോളുകളുടെ സിംഹാസനം തകർന്നു വീണു. ലോകകപ്പിൻ്റെ ചരിത്ര താളുകളിൽ ഇനി ആ ഒരൊറ്റ പേര് മാത്രം, ഒന്നാമത് ലയണൽ ആന്ദ്രേസ് മെസ്സി. ഈ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഹാട്രിക് ഗോളുകളുമായി 16-ലെത്തിയ മാലാഗ ഇന്നലെ ഓസ്ട്രിയക്കെതിരെ ആ ചരിത്ര ഗോൾ വലയിലാക്കുമ്പോൾ പിറന്നത് ഫുട്ബോൾ ലോകം ഇന്നുവരെ കാണാത്ത മഹാവിസ്മയം. യാത്ര തുടങ്ങിയത് 2006-ലാണ്. കൗമാരക്കാരനായ ആ ഇടംകാലൻ പയ്യൻ ജർമ്മനിയുടെ മണ്ണിൽ തൻ്റെ ആദ്യ ലോകകപ്പ് ഗോൾ കുറിക്കുമ്പോൾ ആരും കരുതിയില്ല ഇത് ലോകം കീഴടക്കാനുള്ള ഒരു സാമ്രാജ്യത്തിൻ്റെ തുടക്കമാണെന്ന്. 2006-ൽ മെസ്സി ലോകകപ്പിൽ ഇറങ്ങിയേറുമ്പോൾ 18 വയസ്സാണ് അദ്ദേഹത്തിന് പ്രായം. ജർമ്മനിയിൽ വെച്ച് നടന്ന ആ ലോകകപ്പിൽ ഒരേ ഒരു ഗോളാണ് മെസ്സി നേടുന്നത്. സെർബിയ ആൻഡ് മൊണ്ടാനോഗ്രയ്ക്കെതിരെയാണ് ഗോൾ നേട്ടം. എതിരില്ലാത്ത 6 ഗോളിനായിരുന്നു അർജന്റീന അന്ന് സെർബിയയെ തകർത്തത്. അന്ന് ടീമിലെ 6 ഗോളുകളിൽ 1 എന്ന നിലയിൽ മാത്രമായിട്ടാണ് ഫുട്ബോൾ ലോകം അതിനെ കണ്ടത്. എന്നാൽ മറ്റൊരു ചരിത്രത്തിൻ്റെ തുടക്കമായിരുന്നു അത്. 2010-ൽ സൗത്ത് ആഫ്രിക്കയിൽ ലോകകപ്പിൽ ഗോളുകളൊന്നും നേടാൻ മെസ്സിക്ക് കഴിഞ്ഞില്ല. കളിച്ച 6 ലോകകപ്പുകളിൽ മെസ്സി ഗോൾ നേടാത്ത ഏക ടൂർണമെൻ്റായിരുന്നു അത്. 2014-ൽ ബ്രസീൽ നടന്ന ലോകകപ്പിൽ 4 ഗോളുകളാണ് മെസ്സി നേടിയത്. ഗ്രൂപ്പ് സ്റ്റേജിൽ ബോസ്നിയക്കെതിരെ ആദ്യ ഗോൾ, പിന്നാലെ ഇറാനെതിരെയും 1, നൈജീരിയക്കെതിരെ ഇരട്ട ഗോളും മെസ്സി നേടി. ലോകകപ്പിലെ ഗോൾഡൻ ബോളും ആ ടൂർണമെൻറ്റിൽ മെസ്സി സ്വന്തമാക്കി. 2018-ൽ റഷ്യയിൽ നടന്ന ലോകകപ്പിൽ 1 ഗോൾ മാത്രമേ മെസ്സിക്ക് നേടാനായുള്ളൂ. ഗ്രൂപ്പ് മത്സരത്തിൽ നൈജീരിയക്കെതിരെയാണ് താരം വല കുലുക്കിയത്. 2022-ൽ ഖത്തറിൽ നടന്ന ലോകകപ്പിൽ മെസ്സി വിശ്വരൂപം പുറത്തെടുത്തു. 7 ഗോളുകളാണ് മെസ്സിയുടെ കാലുകളിൽ നിന്ന് പിറന്നത്. സൗദി അറേബ്യക്കെതിരെയാണ് ടൂർണമെൻറ്റിലെ ആദ്യ ഗോൾ നേടിയത്. രണ്ടാമത്തേത് മെക്സിക്കോക്കെതിരെയായിരുന്നു. പ്രീ ക്വാർട്ടറിൽ ഓസ്ട്രേലിയക്കെതിരെയും ക്വാർട്ടറിൽ നെതർലൻഡ്സിനെതിരെയും സെമിയിൽ ക്രൊയേഷ്യക്കെതിരെയും മെസ്സി വല കുലുക്കി. ഫൈനലിൽ ഫ്രാൻസിനെതിരെ ഇരട്ട ഗോളുകളും നേടി. 13 ഗോളുകളുമായാണ് മെസ്സി ഇത്തവണ ലോകകപ്പിനെത്തിയത്. ആദ്യ 2 മത്സരത്തിൽ പിറന്നത് 5 ഗോളുകൾ. ആദ്യ മത്സരത്തിൽ അൾജീരിയക്കെതിരെ ഹാട്രിക്, രണ്ടാം മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഡബിൾ. 2006-ലെ ആ ആദ്യ ഗോൾ മുതൽ 2006-ൽ ലോകത്തെ വീണ്ടും അത്ഭുതപ്പെടുത്തുന്ന ഈ നിമിഷം വരെ 2 പതിറ്റാണ്ടുകൾ, 6 ലോകകപ്പുകൾ, ഒടുവിൽ വിധ ലോകകപ്പിലെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരൻ. 2006-ൽ ജർമ്മനിയുടെ മണ്ണിൽ ആ നീണ്ട മുടിക്കാരൻ പയ്യൻ തുടങ്ങി വെച്ച കളി 2 പതിറ്റാണ്ടുകൾക്കിപ്പുറം 2026-ൽ തുടരുമ്പോൾ ഫുട്ബോൾ ലോകം ഒരേ ഒരു സത്യം തിരിച്ചറിയുന്നു: പ്രതിഭകൾ വരാൻ പോകാം, എന്നാൽ ഇതിഹാസങ്ങൾ എക്കാലവും ജീവിക്കും. മിറോസ്ലാവ് ക്ലോസയുടെ 16 ഗോളുകളുടെ റെക്കോർഡ് ഈ ചരിത്രം. 18 ഗോളുകളുമായി ലയണൽ മെസ്സി ഇപ്പോൾ നിൽക്കുന്നത് ലോകത്തിൻ്റെ നെറുകയിലാണ്. കാലം എത്ര വേഗമാണ് കടന്നുപോയത്. 2006-ൽ ഒരു കൗമാരക്കാരൻ്റെ നിഷ്കളങ്കമായ ചിരിയോടെ ലോകകപ്പിൻ്റെ പുൽമൈതാനത്തേക്ക് നടന്നു വന്ന ആ പയ്യനെ ഓർമ്മയില്ലേ? വീണ്ടും പരിക്കേറ്റും കണ്ണീരണിഞ്ഞും അവൻ നടന്നു കയറിയത് കല്ലും മുള്ളും നിറഞ്ഞ വഴികളായിരുന്നു. രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ആ കറുത്ത നാളുകളിൽ നിന്നും നിന്ദിച്ചവർക്ക് മുന്നിലൂടെ അവൻ ഇന്ന് നടന്നു കയറിയിരിക്കുന്നത് ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ കൊടുമുടിയിലേക്കാണ്. ഈ 18 ഗോളുകൾ വെറുമൊരു സംഖ്യയല്ല, അതൊരു മനുഷ്യൻ തൻ്റെ രാജ്യത്തിനു വേണ്ടിയും തന്നെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ആരാധകർക്ക് വേണ്ടിയും ചോരയും നീര് നൽകി എഴുതിയ കാവ്യമാണ്. മിറോസ്ലാവ് ക്ലോസയുടെ റെക്കോർഡ് തകരുമ്പോൾ മാങ്ങിപ്പോകുന്നത് ഒരു ജർമ്മൻ ഇതിഹാസത്തിൻ്റെ പേരല്ല, മറിച്ച് ലയണൽ മെസ്സി എന്ന മനുഷ്യൻ ഫുട്ബോൾ ലോകത്തിന് നൽകിയ സമാനതകളില്ലാത്ത സമർപ്പണമാണ്. നാളെ ഒരുപക്ഷെ ഈ റെക്കോർഡും തകർക്കപ്പെട്ടേക്കാം. കാരണം ഫുട്ബോളിലൊന്നും ശാശ്വതമല്ല. പക്ഷേ ഈ ഇടംകാലൻ നമുക്ക് സമ്മാനിച്ച ആ മനോഹര നിമിഷങ്ങൾ, ആ മാന്ത്രികത, അത് തിരിച്ചു നൽകാൻ ഇനി മറ്റൊരു മെസ്സി ജനിക്കേണ്ടി വരും. ലയണൽ മെസ്സി, നിങ്ങൾ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരൻ മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച കൂടിയാണ്. നാം ജീവിക്കുന്നത് മെസ്സിയുടെ യുഗത്തിലാണ് എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യം ഈ തലമുറയിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ഇനി വേറെ എന്താണ് വേണ്ടത്?